സർ, ശബരിമലയെ സംബന്ധിച്ച് ഉയർന്നു വരുന്ന വിവാദങ്ങൾ നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ശബരിമല എന്ന് പറയുന്നത് ഒരു വിശ്വാസത്തിന്റെ പ്രതീകം കൂടിയാണ്. എല്ലാ ക്ഷേത്രങ്ങളും അങ്ങനെയാണ്. പക്ഷെ ശബരിമലയെ കുറച്ചുകൂടി കൂടുതൽ ഭക്തർ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അവിടെ അയ്യപ്പനെ അവർക്ക് ഈ സ്വർണമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഒന്നുമല്ല, അവിടെ ഇരിക്കുന്ന അയ്യപ്പനാണ് ഒരു വിശ്വാസം എന്നുള്ളതാണ്. പക്ഷേ അത് നടത്തുന്ന നടത്തിപ്പുകാരുടെ കണ്ണ് മുഴുവൻ അയ്യപ്പനിൽ നിന്ന് മാറി സ്വർണത്തിലേക്ക് മാത്രം പോയിരിക്കുന്നു എന്നുള്ളതാണ്. എപ്പോഴും ചോദിക്കുന്ന എൻ്റെ മനസ്സിൽ എപ്പോഴും വരുന്ന ഒരു സംശയം, ഈ സ്വർണപ്പാളികൾ കൊണ്ടുപോകുന്നു, യോഗദണ്ഡ് കൊണ്ടുപോകുന്നു, രുദ്രാക്ഷമാല കൊണ്ടുപോകുന്നു, ഇതെല്ലാം കൊണ്ടുപോകുന്നു. യഥാർത്ഥത്തിൽ അയ്യപ്പനെയും കൊണ്ടുപോയി കാണുമോ? അതോ ഇനി ബാക്കി എന്തെങ്കിലും എല്ലാം ഉരച്ചെടുത്തിട്ട് ആളുകളെ പറ്റിക്കാനായിട്ട് എന്തെങ്കിലും വച്ചിരിക്കുന്നതാണോ അവിടെ? എനിക്ക് ആശങ്കയൊന്നും എനിക്കില്ല കേട്ടോ. കാരണം എനിക്ക് ഇതിനകത്തൊരു വാർത്ത ഉണ്ടെങ്കിലാണ് നമുക്ക് ആശങ്ക വരിക. ഒരു സംശയം വന്നാലാണ് ആശങ്ക വരിക. എനിക്ക് ഇത്തരം കാര്യങ്ങളിൽ യാതൊരു സംശയമില്ല. കാരണം ഇന്ന് നമ്മൾ കാണുന്ന ശബരിമലയ്ക്കകത്തുള്ള സ്വർണ്ണപ്പാളികൾ മോഷണം പോയിരിക്കുന്നു. സ്വർണ്ണപ്പാളി ചെമ്പുപാളിയാവും ഇവിടെ തമിഴ്നാട്ടിലേക്ക് എത്തുന്ന സമയത്ത്. ഇത് അവിടെ മാത്രമല്ല, ശബരിമലയും ഈ പറയുന്ന ദേവസ്വം ബോർഡുകൾ ഭരിക്കുന്ന ആളുകൾ മിക്കവാറും കേരളത്തിലെ എല്ലാ ദേവസ്വം ബോർഡിൻ്റെ ആളുകളും എനിക്ക് തോന്നുന്നു സാക്ഷാൽ ജീവിച്ചിരിക്കുന്ന കള്ളന്മാർ ഇവരാണ് സത്യത്തിൽ അസുരവർഗ ഇവരാണ്. ഈ അസുരവർഗത്തിന്റെ നിഗ്രഹമാണ് വൃന്ദത്തിന്റെ പ്രധാനമായിട്ടുള്ള ദൗത്യം. അതാണ് ഇവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ പഴയ കാലത്ത് ചട്ടമ്പി സ്വാമികളുടെ വളരെ രസകരമായ കഥ പറയാറുണ്ട്. അദ്ദേഹത്തിന് പഴയ കാലത്ത് പേഷ്കാർ അദ്ദേഹത്തിന് സദ്യ കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന് ക്ഷണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നാളെ ഉച്ചയ്ക്ക് വരാം എന്ന് പറഞ്ഞു. ആ സമയത്ത് ചട്ടമ്പി സ്വാമികളുടെ കൂടെ ഒരു 8-10 നായ്ക്കളും കൂടിയിട്ടാണ് ആദ്യം ഭക്ഷണത്തിന് പോയത്. അപ്പൊ അദ്ദേഹം ഒരു ഇലയുടെ മുമ്പിൽ ചെന്ന് അദ്ദേഹം വന്നിരുന്നു. അപ്പൊ സാധാരണ ഇതിൽ പേഷ്കാർ വിചാരിച്ചു ഇനി മറ്റുള്ളവരെയൊക്കെ വലിയ വലിയ ആളുകളൊക്കെ അവിടെ കൂടെ വരും, അവരെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇദ്ദേഹത്തിന് നേരെ എതിർവശത്തുള്ള മുഴുവൻ ഇലകളുടെ മുമ്പിലിരുന്നത് ഓരോ നായ്ക്കളായിരുന്നു. അപ്പൊ നായ്ക്കൾ ഇരുന്ന സമയത്ത് വളരെ വേദനയോടൊരു സങ്കടത്തോടുകൂടി പേഷ്കാർ ചോദിക്കുകയാണ്, ഇതെന്താ ഞാൻ അങ്ങയെയാണ് ക്ഷണിച്ചത്, അങ്ങയുടെ കൂടെ നായ്ക്കളാണ് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുകയാണ്. ആ സമയത്ത് ചട്ടമ്പി സ്വാമികൾ പറയുന്നു, അയ്യോ മിണ്ടല്ലേ, ഈ ഇരിക്കുന്ന പഴയ കാലത്ത് ദേവസ്വത്തിന്റെ ഇന്നാളായിരുന്നു, ഇന്നാള് ഇവിടുത്തെ തന്ത്രിയായിരുന്നു, ഇന്നാള് മറ്റുള്ളൊരു ആചാര്യനായിരുന്നു. ഈ തരത്തിൽ പണ്ഡിതന്മാരായിരിക്കുന്ന ദേവസ്വത്തിന്റെ ചില മോഷണം നടത്തിയിരിക്കുന്ന ആളുകളാണ് ഈ ഇരിക്കുന്ന ആളുകൾ എന്നുള്ളത് ചട്ടമ്പി സ്വാമികൾ 100 വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്ന് ചട്ടമ്പി സ്വാമികൾ വിചാരിച്ചത് കേരളത്തിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ ഉദ്ദേശിച്ചിട്ടാ, കേരളത്തിന്റെ മന്ത്രിമാരെ ഉദ്ദേശിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ് ദേവസ്വം ഭരിച്ചിട്ടുള്ള മന്ത്രിമാരെ ഉദ്ദേശിച്ചിട്ടാണോ, ഇവിടെയുള്ള ദേവസ്വം ബോർഡിന്റെ കമ്മിറ്റി അംഗങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഇത്തരത്തിൽ ഉദരനിമിത്ത ബഹിർദ വേഷക്കാരായിരിക്കുന്ന, കാപട്യ വേഷക്കാരായിരിക്കുന്ന, കള്ളന്മാരായിരിക്കുന്ന, മോഷ്ടാക്കളായിരിക്കുന്ന ആളുകളാണ് ഇന്ന് കേരളത്തിന്റെ ദേവസ്വം വകുപ്പ് ഭരിക്കുന്ന ആളുകൾ മിക്കവരും എല്ലാം തരത്തിൽപ്പെട്ടുള്ളത്. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട വസ്തുവല്ലേ. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ എത്ര വർഷമായി അതിന്റെ ബാലൻസ് ഷീറ്റ് പുറത്തു വന്നിട്ട്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എന്നാ പുറത്തു വന്നത്? ഏത് ദേവസ്വം ബോർഡാ ബാലൻസ് ഷീറ്റ് പുറത്തേക്ക് ഇറക്കുന്നത്? അവിടെ കറക്റ്റായിട്ട് ഇൻവെന്ററി ഏത് ക്ഷേത്രത്തിലാണ് ഉള്ളത്? അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ശബരിമലയിൽ സംഭവിക്കുന്നത്. ശബരിമലയിൽ സ്വർണ്ണപ്പാളികൾ മോഷണം പോയി. നമ്മൾ ഒറ്റടിക്ക് കേട്ട സമയത്ത് പലരും ഞെട്ടി. ഞാൻ പലരോടും പറഞ്ഞു ഇതിന് ഞെട്ടേണ്ട യാതൊരു ആവശ്യമില്ല. അത് കഴിഞ്ഞാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് അവിടുത്തെ വാതിലിളക്കി പറിച്ചുകൊണ്ടുപോയി എന്നാണ്. ഒരു വാതിൽ ക്ഷേത്രത്തിൽ ദേവന്റെ ശ്രീകോവിലിന്റെ വാതിൽ ഇളക്കി പറിച്ചു കൊണ്ടുപോയിട്ട് അത് കച്ചവടം ചെയ്യുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, ഈ പോറ്റിയെ സംരക്ഷിച്ച് പോറ്റിയായിട്ട് ഒരു ചർച്ച നടത്തുന്ന ഒരു സീനുണ്ട് കടകംപള്ളി സുരേന്ദ്രന്റെ. ആ രാഷ്ട്രീയ വിഷയങ്ങളാണ് ചർച്ച നടത്തുന്നത്. എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നന്നാക്കാന്ന അയാള് പോറ്റി ഇയാളെ കടകംപള്ളി സുരേന്ദ്രനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തരത്തിൽ മോഷ്ടാക്കളായിരിക്കുന്ന കടകംപള്ളി സുരേന്ദ്രൻ ഇത്തരം കാര്യങ്ങൾ ബന്ധമുണ്ടാവാൻ വളരെ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ മന്ത്രി വാസവന് ഇതിൽ ഇത്തരം കാര്യങ്ങൾ സാധ്യതയുണ്ട്. ദേവസ്വം ബോർഡിന്റെ ഇക്കാലം തുടങ്ങിയിട്ടുള്ള, അതായത് പത്മകുമാർ തുടങ്ങിയിട്ടുള്ള എല്ലാ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷന്മാർക്കും ഇക്കാര്യത്തിൽ പങ്കാളിത്തം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇവർക്കൊന്നും ശബരിമലയുടെ നാശത്തിൽ ഇവർക്കാർക്കും സങ്കടമൊന്നുമില്ല. ഇപ്പൊ പത്മകുമാർ വലിയ ഈശ്വരഭക്തന്റെ മകനാണ്, പഴയ കാലത്ത് തേങ്ങ കച്ചവടം നിർത്തി നിൽക്കുന്ന ആളുടെ മകനാന്നൊക്കെ പറയുകയാണ്. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ആള്. ഈ പറയുന്ന ആളുടെ കാലത്താണല്ലോ അവിടെ യുവതികളെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ വഴിവിട്ടുള്ള നീക്കം നടത്തിയിട്ടുള്ളത്. ഇയാൾക്ക് ആണത്വം ഉണ്ടായിരുന്നു, ഇയാൾക്ക് അഭിമാനം ഉണ്ടായിരുന്നു, ഇയാൾക്ക് ചങ്കൂറ്റം ഉണ്ടായിരുന്നു, ഇയാൾക്ക് ഒരു മാനാഭിമാനമുള്ള മനുഷ്യരായിരുന്നുവെങ്കിൽ അന്ന് ഇയാളെ സ്ഥാനം രാജിവെക്കണമായിരുന്നു. ഇയാൾ രാജിവെച്ചോ? ഇയാൾ രാജിവെച്ചില്ലല്ലോ. അതിനുശേഷം പിന്നെ ഒരു വാസു വന്നു, അയാൾ പിൽക്കാലത്ത് കമ്മീഷണറായിരുന്നു. പിന്നെ വേറെ SP ഉണ്ട് ഇവിടെ, ആ കോട്ടയത്തേക്ക്, എന്തായാലും പേര് ഹരീഷൻ അല്ലേ. ഈ പറയുന്ന ഒരുപാട് ഉടായ്പകള്
ഇപ്പൊ ശബരിമലയിലേക്ക് യുവതികളെ കൊണ്ടുവന്നത് ഇവർക്ക് താല്പര്യമുള്ള യുവതികളാണ് കൊണ്ടുവന്നത്. അത് ഹരീഷിന് താല്പര്യമുള്ളവര്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് താല്പര്യമുള്ളവര്, ഈ തരത്തിൽപ്പെട്ട യുവതികളെയാണ് ശബരിമലയിലേക്ക് കൊണ്ടുവന്നിട്ട് ശബരിമലയുടെ ആചാര ലംഘനമായിരുന്നു ഇവരുടെ ലക്ഷ്യം. യുവതി പ്രവേശനം ഇവരുടെ ടാർഗറ്റ് ചെയ്യല്ല. ഇവരുടെ ടാർഗറ്റ് ശബരിമലയുടെ ആചാരങ്ങളെ ലംഘിക്കണം, ശബരിമലയുടെ കരുത്ത് കുറയ്ക്കണം, ശബരിമലയുടെ ശക്തി കുറയ്ക്കണം. ഇത് തുടങ്ങി നിന്ന് മാത്രമല്ല, ഏകദേശം 1950കളിൽ ചില ആളുകൾ ശബരിമല ക്ഷേത്രം തീവച്ച് നശിപ്പിക്കാൻ പരിശ്രമിച്ചു. പാലായിൽ നിന്നുള്ള ആളുകളാണ്. അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ആവശ്യം പറഞ്ഞ ആളാണ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. 1955ലും 57ലും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് ആ റിപ്പോർട്ട് കേരളത്തിന്റെ നിയമസഭയിൽ വയ്ക്കാന്ന് പറഞ്ഞ ആളാണ് EMS. വച്ചില്ലല്ലോ. എന്ന് വെച്ചാൽ EMS അടക്കമുള്ള മുഴുവൻ ആളുകളുടെയും ലക്ഷ്യം ഇവരുടേത് ശബരിമലയെ തകർക്കുക എന്നുള്ളതാണ്. കാരണം ശബരിമല കേവലം ഒരു വിശ്വാസത്തിന് മാത്രം പ്രശ്നമല്ല, അതൊരു ആചാരത്തിന്റെ മാത്രം പ്രശ്നമല്ല, അതൊരു സമൂഹത്തിന്റെ വലിയ ഒരു സന്ദേശമാണ് അത് കൊടുക്കുന്നത്. ഇന്ത്യയിൽ ഒരുപക്ഷെ ഇതേപോലെ ശബരിമല പോലുള്ള മറ്റൊരു പ്രസ്ഥാന ഒരു ദേവാലയം നമുക്ക് അവിടെ കാണാൻ സാധ്യമല്ല. ജാതി മതഭേദമന്യേ എല്ലാവർക്കും ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന ക്ഷേത്രമാണ് ശബരിമല. ഈ പറയുന്ന ശബരിമലയിലേക്കാണ് ഇത്തരം ചില ആളുകൾ. അപ്പൊ എനിക്ക് തോന്നുന്നു ശബരിമലയില് ഇവരെ കൂടെ വലിയ പങ്കക്കാരത്തിൽ തന്ത്രിക്കുണ്ട്. തന്ത്രി എന്ത് പുറപ്പെടാശാന്തിയാണെന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ തന്ത്രി എന്ന് പറഞ്ഞാല് ഏത് ഭഗവാന്റെ പിതൃസ്ഥാനീയനാണെന്ന് പറഞ്ഞാലും എനിക്ക് സംശയമില്ലാതെ പറയാൻ സാധിക്കും ശബരിമല തന്ത്രിക്ക് കാര്യത്തിൽ വ്യക്തമായുള്ള പങ്കുണ്ട്. അദ്ദേഹം അനുവാദം കൊടുത്തിട്ടില്ലേ ഈ സ്വർണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്? എന്താ ഇയാൾക്ക് വേറെ എന്താ പണി ഉണ്ടായിരുന്നേ? ഇയാളെ പോലെ വേറെ തന്ത്രി ഉണ്ടല്ലോ, അയാളാണല്ലോ അയ്യപ്പ സംഘം ഉദ്ഘാടനം ചെയ്ത പരമ ഫ്രോഡായിട്ടുള്ള തന്ത്രി. അയാളാണല്ലോ അവിടെ പഴയകാലത്ത് ഒരു സ്ത്രീ ഒന്നിച്ച് താമസിക്കാൻ വേണ്ടിയിട്ട് തന്ത്രിയായിരിക്കുന്ന സമയത്ത് അയ്യപ്പനെ വിറ്റ് കാശ് മേടിച്ച പണവുമായിട്ട് എറണാകുളത്ത് എത്തിയിട്ട്, എന്താ അവര് ശോഭാന്ന കണ്ട ഒരു പേര്, അവരൊന്ന് ചന്തി ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള എത്തിയുള്ള തന്ത്രിയുണ്ട്. ഈ തരം പരമ ഫ്രോഡുകള് ഈ തന്ത്രി സ്ഥാനം ഒന്നും ഒരിക്കലും ഒരു കുടുംബത്തിന് കുത്തകാവശമായിട്ട് കൊടുക്കേണ്ടതല്ല. ഇതിന് കാലങ്ങളായിട്ട് മാറ്റങ്ങൾ അനിവാര്യമാണ്. ഇതിനെ സംബന്ധിച്ച് ചർച്ച നടത്തണം. ഇവർ സ്ഥിരമായിട്ട് തന്ത്രിയായിട്ട് അവരെ അടിഞ്ഞുകൂടുന്നു. അത് രാജീവരായാലും കൊള്ളാം, മോഹൻ കണ്ഠരായാലും കൊള്ളാം. അയാളുടെ പേര് മോഹനരുത്തനുണ്ട്, അവനാ പുതിയ തന്ത്രി. ഈ പറയുന്ന തന്ത്രി കുന്ത്രി എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് എന്ത് തന്ത്രമാണോ ഇവർക്ക് അറിയാവുന്നത്? ഇവരാണല്ലോ സുബ്രഹ്മണ്യം പോറ്റിമാരെ കൊണ്ടിരുന്ന, ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിമാരെ കൊണ്ടിരുന്ന ഇവരല്ലേ? ഇവർക്ക് വല്ല ഉത്തരവാദിത്വ കാര്യത്തിലുണ്ടോ? എന്ന് വെച്ചാൽ ശബരിമല ക്ഷേത്രത്തിനെ അതിനെ മുച്ചോട് നശിപ്പിക്കുവാനുള്ള ആസൂത്രിതമായിട്ടുള്ള പരിശ്രമം പലതരത്തിൽ നടക്കുന്നുണ്ട്. ഒന്ന്, അതിന്റെ ആചാര ലംഘനത്തിന്റെ ഭാഗമായിട്ട് ക്ഷേത്ര വിരുദ്ധരായിരിക്കുന്ന ആളുകളെ, ഒരിക്കലും ഒരു ക്ഷേത്രത്തിലും പോകാത്ത ആളുകളെ യുവതികൾ എന്നുള്ള വ്യാജേന പോലീസിന്റെ സഹായത്തോടു കൂടിക്കൊണ്ട് ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ആചാര ലംഘനം നടത്തുന്ന ഒന്ന്. പഴയകാലത്ത് ശബരിമല ക്ഷേത്രം നശിപ്പിക്കാനുള്ള പരിശ്രമം, നിലയ്ക്കൽ അവിടെ വ്യാജ കുരിശ് സ്ഥാപിച്ചുകൊണ്ട് ക്ഷേത്രം നശിപ്പിക്കാനുള്ള പരിശ്രമം, ഇതിനെയൊക്കെ പിന്തുണയ്ക്കുന്നത് ഈ പറയുന്ന ചില ക്ഷേത്രത്തിന്റെ തന്ത്രം നടത്തുന്ന ആളുകൾ, പൂജ നടത്തുന്ന ആളുകളാണ്. ദേവസ്വത്തിന്റെ ഭരണാധികാരികളാണ്, ദേവസ്വം ബോർഡാണ്, ദേവസ്വം വകുപ്പ് മന്ത്രിയാണ്, തൊഴാൻ അറിയാൻ പാടില്ലാത്ത ദേവസ്വം വകുപ്പ് മന്ത്രി. ഇവരൊക്കെ വേറെ വല്ല പണിക്കും പോയിക്കൂടെ? ഈ തരത്തിൽപ്പെട്ട ചില ആളുകൾ ക്ഷേത്രത്തെ നശിപ്പിക്കുന്നു എന്നുള്ളത് കേരളത്തെ നശിപ്പിക്കുന്നതിന്റെ ഭാഗമാണ്. ശബരിമല ക്ഷേത്രം കേവലം നമുക്കൊരിക്കലും ഒരു മതവിഭാഗത്തിന്റെ അതിൽ വിശ്വസിക്കുന്ന ഹിന്ദുക്കളാണെങ്കിൽ പോലും പൂർണ്ണമായിട്ടുള്ള കേരള ജനതയുടെ വിശ്വാസ പ്രമാണത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ശബരിമലയെ കാണുക. അങ്ങനെ ശബരിമലയെ തകർക്കുന്നത് കേരളത്തെ തകർക്കുന്നതിന് ഭാഗമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അടക്കമുള്ള ആളുകൾക്ക് ഈ കാര്യത്തിൽ വലിയ പങ്കുണ്ട്. അതുകൊണ്ടാണ് ഇവർ അയ്യപ്പ സംഗമം നടത്തിയതിനു വേണ്ടിയിട്ടാ ഈ പറയുന്ന ഇവരുടെ മോഷണം മറച്ചു വെക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള പരിശ്രമമാണ്. പക്ഷെ അയ്യപ്പൻ അതല്ല, ഇവർക്ക് ആള് മാറിപ്പോയി. ഇവർ ധരിക്കേണ്ടതാണ് പഴയകാലത്ത് ഇവര് ആചാര ലംഘനത്തിന് സ്ത്രീകളെ കൊണ്ടുവന്നിട്ടുള്ള ഓരോരുത്തരുടെ സ്ഥിതി അറിയാലോ. ശ്രീജിത്ത് എന്ന് പറയുന്ന പോലീസ് IG അവിടെ ശബരിമലയുടെ അയ്യപ്പന്റെ തിരുസന്നിധിയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞൊരു സാഹചര്യം നമ്മളൊക്കെ കണ്ടതാണ്. കാരണം അയാൾ കാണിച്ചിട്ടുള്ള കടുത്ത ദ്രോഹം, ആ മഹാഭാവിയായിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കാണിച്ചിട്ടുള്ള നീചമായിട്ടുള്ള പ്രവൃത്തികള് അയാൾക്ക് സ്വയം പശ്ചാത്താപം തോന്നിയിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും പശ്ചാത്താപം തോന്നേണ്ട ഒരു സാഹചര്യം വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശബരിമലയിൽ ഇന്ന് നടക്കുന്നത് ആചാരലംഘനമാണ്, ക്ഷേത്രവിരുദ്ധമാണ്. അയ്യപ്പനെ അടക്കം ഇവർ നാളെ മോഷ്ടിച്ച് വിഗ്രഹത്തെ കൊണ്ടുപോയിട്ട് ഇവർ തൂക്കി വിറ്റിട്ടുണ്ടെങ്കിൽ അതുപോലും കേരളത്തിൽ വാർത്തയല്ലാത്ത രീതിയിൽ ഇന്ന് കേരളത്തിന്റെ സംവിധാനം അതിനനുസൃതമായിട്ട് രൂപപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.